അതിനുശേഷം പിന്നെ ഹോളി 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 ലോർഡ് എന്ന് പറയുന്ന ഒരു സമയം, അതായത് മലയാളത്തിലാണെങ്കിൽ പരിശുദ്ധൻ 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 എന്ന് പറയുന്ന ആ സമയത്ത് തൗസൻഡ്സ് ഓഫ് ഏഞ്ചൽസ്, ആയിരക്കണക്കിന് മാലാഖമാർ പല പല ലൈനിൽ ഇങ്ങനെ വരാൻ തുടങ്ങി. സ്മോളായിട്ടുള്ള മാലാഖമാർ, ഭയങ്കര സൈസ് വലുത്, വലിയ ചിറകുകളുള്ളവർ, അങ്ങനെ ഉള്ള കുറേ മാലാഖമാർ അവർ വരാൻ തുടങ്ങിയപ്പം അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ, അതായത് ഈ അൽത്താര ബാലന്മാരിടുന്ന പോലത്തെ നല്ല വൈറ്റ് കളറിലുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് അവർ വരുന്നത്. അവർ വന്നു കഴിഞ്ഞിട്ട് അവർ മാക്സിമം അവർ ആ ഒരു ഭക്തിയോടെ അവർ മുട്ടുകുത്തി തലകുനിച്ചാണ് നിൽക്കുന്നത്. ആ സമയത്ത് ആ സമയത്ത് ഇവരിങ്ങനെ തലകുനിച്ച് മുട്ടുകുത്തി അവിടെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അവൾ കാണുന്നത് പിന്നെ വേറെ കുറേ ആൾക്കാർ, അതായത് വേറെ പല കളറിലുള്ള ഡ്രസ്സുകൾ, റോസ് ഗ്രീൻ, ലൈറ്റ് ബ്ലൂ, യെല്ലോ, അങ്ങനെ പല കളറിലുള്ള സോഫ്റ്റ് കളേഴ്സുള്ള ഡ്രസ്സുകൾ ഇട്ടിട്ട് കുറേ ആൾക്കാർ അവിടെ വരാൻ തുടങ്ങി. അതായത് അവരുടെ ഫേസ് കണ്ടാൽ ഭയങ്കര സന്തോഷം, ഭയങ്കര ബ്രൈറ്റായിട്ട്, ഒരേ പ്രായമാണെന്ന് തോന്നുന്നു അവരെ കണ്ടാൽ. എന്നിട്ട് അവരും ഇതുപോലെ വന്ന് അവരുടെ മൊത്തം ഒരു ചുളിവുമില്ല, അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിന്നിട്ട് അവർ ഈ സമയത്ത് ഇതുപോലെ തന്നെ വന്ന് ഭയങ്കര ഭക്തിയോടെ തലകൊമ്പിട്ട് മുട്ടുകുത്തി നിൽക്കുന്നു. അപ്പം മാതാവ് പറയും, ഇതാണ് വിശുദ്ധരാണ് ഈ വന്നിരിക്കുന്നത്. നിൻ്റെ തന്നെ ചിലപ്പോൾ നിൻ്റെ റിലേറ്റീവ്സ് ആരെങ്കിലും തന്നെ നിൻ്റെ റിലേറ്റീവ്സ് കൂട്ടത്തിലുണ്ട് എന്ന് പറയുന്നത്. വിശുദ്ധരെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സ്വർഗത്തിലെത്തുന്ന നമ്മളെല്ലാവരും വിശുദ്ധരാണ് കേട്ടോ, നമ്മളെല്ലാവരും. അപ്പം ഇങ്ങനെ കാണുന്നുണ്ട്, എന്താ പറയുക, ഇവളുടെ ഒരു റിലേറ്റീവിനെ ഇവൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ കൂട്ടത്തിൽ. അങ്ങനെ അവരെ കാണാം. അത് കഴിഞ്ഞിട്ട് മാതാവിനെ നോക്കുമ്പോൾ മാതാവ് ഈ മോൺസിഞ്ഞോറിൻ്റെ പ്രീസ്റ്റിൻ്റെ, മോൺസിഞ്ഞോർ എന്ന് പറയുമ്പം ആർച്ച് ബിഷപ്പ് പോലെ, അപ്പം മോൺസിഞ്ഞോറിൻ്റെ പുറകിലായിട്ടാണ് മാതാവ് നിൽക്കുന്നത്. അപ്പം മാതാവ് പറയും, നീ ശ്രദ്ധിച്ചോ, ഞാൻ പ്രീസ്റ്റിൻ്റെ തൊട്ട് പുറകിൽ നിന്നാണ് മുട്ടുകുത്തി നിൽക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് എല്ലാ വിധത്തിലുള്ള ഡിഗ്നിറ്റിയും എൻ്റെ മകൻ തന്നിട്ടുണ്ടെങ്കിലും എനിക്ക് ഈ സമയത്ത് ഞാൻ പ്രീസ്റ്റിന് ഒരു പുറകിലായിട്ടാണ്, മുട്ടുകുത്താനായിട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ഡിഗ്നിറ്റി. അതായത് ഒരു വൈദികന്, ഒരു പ്രീസ്റ്റിന് കിട്ടിയിട്ടുള്ള ആ ഒരു വലിയൊരു ബ്ലെസ്സിങ് എനിക്ക് പോലും കിട്ടിയിട്ടില്ല. അതായത് അത്രയും ഇതായിട്ടാണ് മാതാവ് പ്രീസ്റ്റുകളെ കാണുന്നത് എന്നുള്ളൊരു സത്യം കൂടി മാതാവ് ആ സമയത്ത് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഗ്രേ കളർ ഡ്രസ്സിലിട്ടിട്ട് കുറേ ആൾക്കാരെ കാണുന്നുണ്ട് ആൾത്താരയുടെ മുമ്പിൽ. അവരാണ് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾ. ഈ ശുദ്ധീകരണ സ്ഥലത്ത് ആത്മാക്കൾ നമ്മളെ നോക്കി നിൽക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ട് മാത്രമേ അവർക്ക് സ്വർഗത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. പക്ഷേ ശുദ്ധീകരണ സ്ഥലത്ത് അവരുടെ എന്താ പറയുക, അവർക്ക് പല പല മെറിറ്റുകളും കിട്ടും. നമ്മൾ ചിലപ്പോൾ ഒരു പ്രെയർ കൊണ്ടായിരിക്കില്ല അവർക്ക് സ്വർഗത്തെത്താൻ പറ്റും, നമ്മൾ കണ്ടിന്യൂസ് പ്രെയർ കൊണ്ട് എത്താൻ പറ്റുന്നവരുണ്ടാകും. അപ്പോൾ നമ്മളുടെ പ്രെയറിന് വേണ്ടി ഇവർ വെയിറ്റ് ചെയ്ത് നിൽക്കുക. പക്ഷേ അവർക്ക് നമ്മുടെ അടുത്ത് വന്ന് പറയാനും പറ്റില്ല, നമ്മളാരും അവരെ ശ്രദ്ധിക്കുകയില്ല, നമ്മൾ അവർക്ക് വേണ്ടി ഓഫറും ചെയ്യില്ല. അപ്പോൾ അവർ ഭയങ്കര വിഷമിച്ച് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. അങ്ങനെ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾ അങ്ങനെ അവിടെ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിന് പിന്നെ അപ്പോൾ ഈ ഇതിൽ എല്ലാവരും മുട്ടുകുത്തി തല കുമ്പിട്ട് വളരെ ഭക്തിയോടെയാണ് നിൽക്കണം. മനുഷ്യരൊഴിച്ച്, നമ്മൾ ജീവിക്കുന്ന മനുഷ്യരൊഴിച്ച് ബാക്കി സ്വർഗത്തിലുള്ള എല്ലാവരും അത്രയും ഭക്തിയോടുകൂടെയാണ് വിശുദ്ധ കുർബാനയിൽ നിൽക്കുന്നത്. അപ്പം അങ്ങനെ അതിനുശേഷം ഉണ്ടാകുന്നൊരു സംഭവം എന്ന് വെച്ചാൽ പിന്നെ അതായത് ഹോസ്റ്റ് അപ്പം എടുത്തുയർത്തുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് കറ്റലീനയ്ക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ പ്രീസ്റ്റിനെ, ഈശോയെ അവിടെ കാണുന്നുണ്ട്. ഈശോ ഈ പ്രീസ്റ്റിനെ എംബ്രേസ്, അതായത് പ്രീസ്റ്റും ഈശോയും ചേർന്ന് നിൽക്കുന്നതായിട്ട് കറ്റലീനയ്ക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഹോസ്റ്റ് എടുത്തുയർത്തുന്ന സമയത്ത്, വിശുദ്ധ കുർബാന എടുത്തുയർത്തുന്ന സമയത്ത് ആ ഹോസ്റ്റ് ഭയങ്കര വലിപ്പമുള്ള ആയിട്ട് മാറുകയും അതിനുള്ളിൽ ഈശോ എല്ലാവരെയും, അവിടെ നിന്ന് എല്ലാവരും ഇങ്ങനെ നോക്കുന്ന, ആ ഹോസ്റ്റലിൽ നിന്ന് നോക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം മാതാവ് പറയും, ഒട്ടും താഴേക്ക് നോക്കരുത്, ഈ സമയത്ത് ഈശോയുടെ കണ്ണിലേക്ക് നോക്കി ഒരു
കണ്ണിലേക്ക് നോക്കണം. എന്നിട്ട് പറയണം, ഞാൻ നിന്നെ ഐ ബിലീവ്, ഐ അഡോർ, ഐ ട്രസ്റ്റ് ആൻഡ് ഐ ലവ് യു. അപ്പം ഞാൻ നിന്നെ വിശ്വസിക്കുന്നു, ഞാൻ നിന്നെ ആരാധിക്കുന്നു, ഞാൻ നിന്നെ ട്രസ്റ്റ് ചെയ്യുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ ക്ഷമ ചോദിക്കുന്നു. കൂടുതൽ നിന്നെ വിശ്വസിക്കാത്തവർക്ക് വേണ്ടിയിട്ട്, നിന്നെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടിയിട്ട്, നിന്നെ ആരാധിക്കാത്തവർക്ക് വേണ്ടിയിട്ട്, നിന്നെ ട്രസ്റ്റ് ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറയണം. അതായത് ഫാത്തിമയിൽ മാതാവ് പഠിപ്പിച്ച ആ പ്രാർത്ഥന അവിടെ ചൊല്ലാനായിട്ട് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം അടുത്തത് ഈശോയുടെ അതിന് ശേഷമാണ് ഈശോയുടെ രക്തം ഉയർത്തുന്ന ഒരു സമയമുണ്ട്. ആ സമയമാകുമ്പോൾ ഇവൾക്ക് കാണാൻ പറ്റുന്നത്, അതായത് ഈശോയെ ഈ വൈദികൻ ഈ ചാലൈസ്, അതായത് ആ പാത്രം എടുത്തുയർത്തുന്ന സമയത്ത് ഈശോയുടെ ക്രൂസിഫിക്ഷൻ അവൾക്ക് അതിൻ്റെ മീതെ കാണാം. അതായത് ഈശോ കുരിശിൽ ചമ്മട്ടികളാൽ അടിക്കപ്പെട്ട ഈശോ, രക്തത്തിൽ കുളിച്ച ഈശോ, ഈശോയുടെ നെഞ്ചിൽ നിന്ന് മുറിവ്, ഈശോയുടെ ആ ഒരു തിരുവിലാവില മുറിവ്, അതെല്ലാം വ്യക്തമായിട്ട് ഇവൾക്ക് കാണാം. എന്നിട്ട് ഈ ചാലസിലേക്ക്, ഇതിലേക്ക് ഈശോയുടെ രക്തമാണ് വന്ന് വീഴുന്നതായിട്ട് ഇവൾക്ക് കാണാം. അപ്പോൾ വൈദികൻ്റെ ഷോൾഡറിലേക്ക് ഒരു പ്രാവ് വന്നിരിക്കുന്നതായിട്ട് ഇവൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഈശോയുടെ ശരിക്കും ഒരു ക്രൂസിഫിക്ഷൻ അവിടെ നടക്കുന്നതായിട്ട് കറ്റലീന കാണുന്നുണ്ട്. അപ്പം മാതാവ് പറയുന്നുണ്ട്, ഇതാണ് മിറാക്കിൾ ഓഫ് മിറാക്കിൾ, ഏറ്റവും വലിയ അത്ഭുതം ഇപ്പോൾ ഇവിടെ നടക്കുകയാണ്. അപ്പം ഇത് നിങ്ങൾ ഏറ്റവും അതായത് ഏറ്റവും ഭക്തിയോടുകൂടി നമ്മൾ ചെയ്യേണ്ട ഒരു സമയമാണെന്ന് പറയണം. അതിനുശേഷം നമ്മൾ എന്താ പറയുക, അവർ ഫാദർ, സ്വർഗ്ഗസ്നായങ്ങളുടെ പിതാവേ ചൊല്ലുന്നുണ്ട്. അപ്പം മേക്ക് ഷുവർ, ആ സമയത്ത് നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം, നമ്മൾക്ക് ഒരിക്കലും ആ സ്വർഗ്ഗസ്നായ പിതാവിനെ നമുക്കൊരു ട്രസ്പാസ്, അതായത് നമ്മൾ ക്ഷമിക്കാത്തവർ ആ സമയത്ത് ഉണ്ടാകരുത് എന്നുള്ളത് കാര്യം നമ്മൾ ശരിക്കും ആ ഒരു സമയത്ത് ശ്രദ്ധിക്കണമെന്ന് മാതാവ് പറയുന്നുണ്ട്. അപ്പം നമ്മളതവിടെ സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഐ ഫോർഗീവ് us our sins, ഏറ്റവും എന്ന് പറയുന്നത് ആ ഒരു ഭാഗം നമ്മൾ ശരിക്കും ആ സ്റ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതുപോലെ ആകാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണമെന്ന് മാതാവ് പറയുന്നുണ്ട്. പിന്നെ പീസ്, അതായത് സമാധാനം ആശംസിക്കുന്ന സമയത്ത് ഈശോ, നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്നവരെ ഇവൾക്ക് കാണുന്നത് ഈശോ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ സമാധാനം നമുക്ക് തരുന്നത് ഈശോ ആണ്, നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എത്രമാത്രം സ്നേഹത്തോടെയാണ് നമ്മൾ മറ്റുള്ളവർക്ക് സമാധാനം എക്സ്ചേഞ്ച് ചെയ്യേണ്ടതെന്നുള്ള കാര്യവും കൂടി അവൾ കാണുന്നുണ്ട്, കറ്റാലീന. അപ്പം അതിനുശേഷം നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന സമയത്ത് നമ്മൾ ആ സമയത്ത് അവിടുത്തെ പ്രീസ്റ്റുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രീസ്റ്റുകൾക്ക് അവരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട്, അവരെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട്, അവരെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി, അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട്, അവരെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട്, അവരെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം നമ്മൾ ആ സമയത്ത് പ്രാർത്ഥിക്കണം. അപ്പം മാതാവ് പിന്നെ ഒരു കാര്യം കൂടി പറയും, നിങ്ങൾ ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അവിടെ ഒരു സ്ത്രീ തലേദിവസം കൺഫസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പെട്ടെന്ന് അവിടെ വന്നിട്ട് രാവിലെ വന്നിട്ടാണ് കൺഫസ് ചെയ്തിട്ടാണ് നേരെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്. അപ്പോൾ വിശുദ്ധ കുർബാന അവൾ സ്വീകരിക്കുന്ന സമയത്ത് അവളുടെ നാക്കിലേക്ക് ഈ വിശുദ്ധ കുർബാന വെക്കുന്ന സമയത്ത് അവൾക്ക് കാണാം ഒരു ഭയങ്കര ഒരു ലൈറ്റ് അവളുടെ നാക്കിൽ നിന്ന് പുറപ്പെടുന്നത്. അതായത് അത്രയും ഗോൾഡൻ വൈറ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റ് വരുന്നത് അതാണ്. അപ്പോൾ മാതാവ് പറയും, ഇങ്ങനെയാണ് ഞാൻ സ്വർഗം, അതായത് ഈശോ സന്തോഷിക്കുന്ന ഒരു സമയമാണ്. ഏറ്റവും ക്ലീൻ ഹാർട്ടായിട്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ സ്വർഗം മുഴുവൻ സന്തോഷിക്കുന്നതായിട്ട് ഇവൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ വേറൊരു സ്ത്രീ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, അവളുടെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അതായത് എൻ്റെ ഹസ്ബൻഡ് ആൽക്കഹോളിക്കാണ്, എനിക്ക് കാറിൻ്റെ കടമുണ്ട്, ആ കടമുണ്ട്, ഈ കടമുണ്ട്. പക്ഷേ ഈശോ പറയുന്നുണ്ട്, ഒരിക്കലും എന്നെ സ്നേഹിക്കുന്നെന്നോ താങ്ക് യു എന്നോ ഒരു വാക്ക് പോലും അവൾ പറഞ്ഞില്ല എന്നുള്ളത് ഈശോ പറയുന്നുണ്ട്. അപ്പം ഇപ്പോഴും നമ്മുടെ കുറേ കാര്യങ്ങൾ പറയുമ്പോൾ ഈശോയോട് ഒരു ഐ ലവ് യു എന്ന് പറയാൻ പോലും നമ്മൾ മറന്നു പോകുന്നുണ്ട്, താങ്ക്സ് പറയാൻ മറക്കുന്നുണ്ട്. അതെല്ലാം ഈശോ അവിടെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ അവസാനം നമ്മുടെ വൈദികൻ നമുക്ക് ബ്ലെസ്സിങ് തരുന്നൊരു സമയമുണ്ട്. ആ ബ്ലെസ്സിങ് തരുന്ന സമയത്ത് നമ്മൾ ആ ബ്ലെസ്സിങ് സ്വീകരിക്കുമ്പോൾ നമ്മൾ
എപ്പോഴും അത് അതിൻ്റേതായ കുരിശ് വരച്ച് നമ്മൾ സ്വീകരിക്കണം. എന്താണെന്ന് വെച്ചാൽ ഇത് ലാസ്റ്റ് ബ്ലെസ്സിങ് ആയിട്ട് നമ്മൾ എടുത്ത് നമ്മളതിനെ അത്രയും ഇമ്പോർട്ടൻസോടുകൂടി സ്വീകരിക്കണം. എന്താണെന്ന് വെച്ചാൽ ഇനി ചിലപ്പോൾ നമ്മൾ മരിച്ചു പോകാം, നമുക്ക് ചിലപ്പോൾ ഇനി ഒരു ബ്ലെസ്സിങ് കിട്ടാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് ഇത് ചിലപ്പോൾ എൻ്റെ ലാസ്റ്റ് ബ്ലെസ്സിങ് ആയിരിക്കും എന്നുള്ള ആ ഒരു ഫീലിങ്ങോടുകൂടി വൈദികൻ്റെ കയ്യിൽ നിന്ന് ബ്ലെസ്സിങ് മേടിക്കണമെന്ന് ഈശോ പറയുന്നുണ്ട്. അങ്ങനെ വിശുദ്ധ കുർബാന തീർന്നു ഉടനെ നമ്മൾ ഇറങ്ങിപ്പോരരുതെന്നും കുറച്ച് നേരം ഈശോയായിട്ടൊരു സ്നേഹത്തിൽ നമ്മൾ അവിടെ നിന്ന് നമ്മൾ അത് ഈശോയോടുള്ള നമ്മളെന്താ പറയുക, നമ്മൾ ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് എന്താ പറയുക, അങ്ങനെയൊന്നും ഞാൻ കമ്പയർ ചെയ്ത് പറയല്ല, എന്നാലും നമ്മൾ ഉടനെ ഇറങ്ങിപ്പോരില്ലല്ലോ ഒരു കാര്യം. അതുപോലെ നമ്മളും കുറച്ച് നേരം ഈശോയുടെ കൂടെ ആയിരിക്കാൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതാണ് വിശുദ്ധ കുർബാനയെക്കുറിച്ച് കറ്റാലിന അറിവാസിനോട് ഈശോ വെളിപ്പെടുത്തിയത്.